തുടങ്ങാം. രേണുസുതി ആണല്ലോ നമ്മളിപ്പോഴത്തെ മാറ്റർ. ആക്ച്വലി ആളുടെ സൈഡിൽ നിന്നുള്ള റോങ് കോൺസെപ്റ്റ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ത്രീ അല്ലേ, ഒരു സ്ത്രീ ആളുടെ ഹസ്ബൻഡ് മരിച്ചു, ഓക്കെ, ആക്സിഡൻറ്റ് സംഭവിച്ചു, മരണപ്പെട്ടു എന്നുള്ളതാണ്. ഈ മരണത്തിനെ ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരത്തി കുറച്ച് ഡൗൺ ആയി അല്ലേ. ഓഫ് കോഴ്സ് നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങോ അവരുടെ പാർട്ട്ണർ ലെഫ്റ്റ് വിത്ത് മീൻസ് ഒരു അസുഖമില്ലാതെ ഒരാൾ പെട്ടെന്ന് ലെഫ്റ്റ് ആകുമ്പോൾ ദേ കുഡ് ഹാവ് സച്ച് കൈൻഡ് ഓഫ് ഇമോഷൻസ്. അത് വരാൻ സാധ്യതയുണ്ടല്ലേ. അങ്ങനെ ഒരു ഇമോഷനിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് ആര്? രേണുസുതി. പിന്നെ ആളെ കണ്ടാൽ നമുക്കറിയാം ഷീസ് എൻ ആവറേജ് വ്യൂമൺ അല്ലേ. ഐശ്വര്യ റായിയുടെ സൗന്ദര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മീൻസ് നമ്മളൊരു ഉപമിക്കുമ്പോൾ ആൾക്കാരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ട് അത് ഒരു കണ്ടൻറ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കാര്യമില്ല. പിന്നെ സൗന്ദര്യം ഓരോരുത്തരുടെയും പ്രവൃത്തിയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മുഖത്തുള്ള സൗന്ദര്യത്തിലുപരി അവരുടെ പ്രവൃത്തിയിലാണ്. അപ്പം ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് റൈറ്റ് നൗ, ഷീസ് ടേക്കിംഗ് ഹർ ഓൺ വേ. അതാണ് സംഭവിച്ചത്. പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ പെർഫോം ചെയ്ത് ഷീസ് ഏർണിംഗ് റൈറ്റ് നൗ. സോ ദ ഏർണിംഗ് റൈറ്റ് നൗ ആൻഡ് വാട്ട് എവർ ദ കൈൻഡ് ഓഫ് mechanism she applied in her life, that is quite natural. Okay, it's not a very dramatic things, you know. She's doing for something which is for money, right? She want to live. പുള്ളിക്കാരത്തിക്ക് ജീവിക്കണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ജീവിക്കണം. വൈ ഷി വോണ്ട് ടു ഹോൾഡ് സംവെയർ ബിക്കോസ് ഓഫ് ഹർ ഹസ്ബൻഡ് ലെഫ്റ്റ്. ദിസ് ഈസ് നോട്ട് എ റീസൺ ടു judge someone from some others എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷീ ലേൺ ലോട്ട്, ഷീ ട്രൈഡ് ലോട്ട് ആൻഡ് ഷീ എക്സ്പീരിയൻസ്ഡ് ലോട്ട് ത്രൂ ഹെർ ലൈഫ്. ഫൈനലി ഷീ ഈസ് ബിക്കമിങ് have motivations from her side, from herself, like, you know, she should have change. She should live politely, peacefully. So the peace is very important. അതാണ് അവിടുത്തെ പോയിന്റ്. നമുക്ക് ഓൾവേസ് യു നോ ദ പേഴ്സൺ ഹു ഹാവ് എ പീസ് ഡെഫിനറ്റ്ലി ദേ കാൻ അച്ചീവ് മോർ. പീസ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്കൊന്നും ഇല്ലാത്തത്, അവർക്കൊക്കെ ഉള്ളത് അതാണ്. പീസ് ഉള്ളവർക്കാണ് ഇത്രയും സ്ട്രോങ് അറ്റയറിൽ, സ്ട്രോങ് ആറ്റിറ്റ്യൂഡിൽ ക്യാൻ സ്പീക്ക് സംതിങ് ടു ദി സംബഡി. ഈവൻ ഇഫ് ഷീ ഡൂയിങ് സംതിങ് റോങ്, ഹൂ കെയർ? She is the person because she is an independent lady. She don't want to prove what she is doing to others. Okay, so if somebody who are doing something in social media, that is not her character. Already character item to consider പറ്റത്തില്ല. The character should be coming from her attitude, right? So social media is a platform to show their professional works. That's only. She's doing some works, she's admitting that is a professional work. Then what is the problem? So what is the problem? Actually the problem in the sense that people who are taking care in a wrong sense, like, you know, the lady who looking like this, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലേഡിക്ക് എങ്ങനെ ആവാൻ പറ്റും? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലേഡിക്ക് എങ്ങനെ ആവാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ലേഡിക്കും അങ്ങനെ ഇരിക്കുന്ന ലേഡിക്കും ഏത് ലേഡിക്കും ഇറ്റ്സ് സംതിങ് വിച്ച് അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ അക്സെപ്റ്റൻസ് ബേസ്ഡ് ആണ് അല്ലേ, ഇൻകം. സോ വാട്ട് എവർ ദ മെത്തേഡ് ഷീ ഈസ് ടേക്കിംഗ് ടു ഗ്രോത്ത് ഹെർസെൽഫ്, ദാറ്റ് ഈസ് ആക്ച്വലി സക്സസ്ഫുൾ, ഐ ഹോപ്പ്. ഈവൻ ഇഫ് നമ്മൾ തന്നെ രേണുസുതി ഹാഷ്ടാഗിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ around the time of Big Boss, when I post some videos related to Renusuthi, I got 1 million, 2 million of views. Why? Because this is very successful
content maker in the current market. I hope in the sense, that is currently why we are doing the videos for her. We are also doing videos, so we are also coming here to earn something. No such drama or anything. So we also want to earn, right? That is a quite fact behind this all. So the YouTubers, Instagram influencers, over whatever, wherever, everybody taking her name and making contents and earning something money, right? So this is I hope Renu Sudhi also have a power to show off her dignity, right? That is a right thing. പുള്ളിക്കാരത്തി ഓക്കെ, ഇപ്പോൾ വിവാദമായ ടോപ്പിക്സുകളെന്ന് വെച്ചാൽ മൂത്ത മകൻ്റെ സംബന്ധിച്ചിട്ടുള്ള, അതായത് രേണുസുധിയുടെ മകനല്ല, സുധി ചേട്ടൻ്റെ മകൻ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചിട്ട് സുധി ചേട്ടൻ്റെ മകൻ പറഞ്ഞത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. മേ ബി അങ്ങനെ ആയിരിക്കും അപ്രോച്ചസ്, അത് അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, പൈസ വരുന്നതനുസരിച്ചിട്ട് റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് റോങ് അറ്റ് ഓൾ. പിന്നെ ഈ പറയുന്ന ആൾക്ക് നമുക്കറിയത്തില്ല, ഒറിജിനൽ കൺസേൺസ് അറിയത്തില്ല. ഒരു വയ്യാത്തൊരു ലേഡിയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ അതാണ് ഇതാണ്, ഷെഫീനെ അറിയില്ല. അപ്പം പുള്ളിക്കാരത്തി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈവൻ നമ്മളിപ്പോൾ സംസാരിക്കുക എന്നുള്ളതൊക്കെ ആയാലും okay, is everybody doing their faults, everybody doing mistakes അല്ലേ? ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല, എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി ചെയ്യുന്ന മിസ്റ്റേക്സുകൾ പ്രൈവറ്റ് ഫോർ ഹർ അല്ലേ? ആൾക്ക് പ്രൈവറ്റാണ്, വേറെ ഒരു വ്യക്തികളെ ഹാം ചെയ്യുന്ന രീതിയിൽ ഷീ ഈസ് നോട്ട് ടേക്കിംഗ് എനി റിവെഞ്ചസ് ഓർ എനിത്തിങ്. ഐ ഹോപ്പ് always she comes to the social media and taking a positive vibration to the audience. That is a aura for her, right? She's always saying like, yeah, this is happened and I am doing like this. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറയുള്ള ഒരാളാണ് രേണു സുധി. ഐ ഹോപ്പ് in the sense, why I am always saying I hope, because we are not even don't know the real fact behind these all persons. Real fact is real fact. Nobody know the person's real image, the real image inside the person's mind. Okay, this maybe someone who are very connected to that person only can able to understand what they're trying to hide. Okay, so that is something very personal, right? No need to exclusively declared, this is me, this is you. No such importance for the character declarations. So how we behave, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, which is only the fact. And we are not killing someone, or we are not harming someone, means that is safe at all. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഞാനെന്തിനാണ് ഈ വീഡിയോ ഇടുന്ന, റീച്ചിന് വേണ്ടിയിട്ട് അല്ല, ഒന്നിനുമല്ല. അപ്പോൾ രേണു സുധി, വെരി താങ്ക്ഫുൾ. യു ആർ actually is a great lady. Because of you, the lot of YouTube channels and a lot of in the sense, a lot of influencers, a lot of people are making their channels successful, and they're getting a lot of views, they're getting a lot of money and all. Okay, so you don't want to worry about anything. You continue whatever you want. Keep a momentum, like give respect to the people who are supporting you. That's all, nothing more than that. This is not ഒരു ഉപദേശമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് കണ്ടത് സോഷ്യൽ മീഡിയ കിടന്ന് കത്തുകയാണ്, രേണുസുധി അങ്ങനെയാണ്, രേണുസുധി ഇങ്ങനെയാണ്, രേണുസുധി മറ്റേതാണ്, രേണുസുധിയുടെ ലീക്ഡ് ചാറ്റ് പുള്ളിക്കാരൻ സംവിധായകനുമായിട്ട് ചാറ്റ് ചെയ്തത്, എന്തോ മുന്തിരിങ്ങ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും അങ്ങനെ പല വിവാദങ്ങൾ. Each and every content actually is going to be hit, is already in the hit state. So ഇത്തരത്തിലുള്ള നെഗറ്റീവ് കണ്ടൻറ് മാർക്കറ്റിംഗ് നമുക്കറിയാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സോ എവ്രിബഡി ഷുഡ് ഹാവ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹർ
I mean, whatever she's doing is we are also responsible. Why? Because we are the people who are celebrating that lady. Okay, so let we decide, let her enjoy her life itself. Why we want to bother about it? But I hope we need to discuss this matter. Why? Because we are also supporting them. Even if I can നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി കുറച്ച് വീഡിയോസ് മീൻസ് കുറച്ചെന്ന് വെച്ചാൽ മറ്റു പലരും ഇട്ട വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഇച്ചിരി ഇങ്ങനെ രേണുസുതി കമൻറ്റ് ഇട്ടാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നിർത്തും, രേണുസുതി കമൻറ്റ് ഇട്ടാൽ ഞാൻ ഫുഡ് കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നില്ലേ. അത് ഇടയ്ക്ക് ടോവിനോ അവരുടെ പേരിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക്